റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് മെഴുവേലി ബാബുജി എഴുതിയ ഹാൻഡ് കഫ്. തണുത്ത പ്രഭാതമായിരുന്നു അത്. എങ്കിലും പ്രഭാതത്തിലെ വാർത്തയ്ക്ക് മനുഷ്യ മനസ്സിനെ ചുട്ടുപൊള്ളിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. തലസ്ഥാനത്തെ സകല മാധ്യമ പ്രവർത്തകരെയും വഴുതക്കാട്ടേക്ക് ഓടിയെത്തിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു ആ വാർത്തയ്ക്ക്. MV അപ്പൻ റോഡിനടുത്തുള്ള കൗസല്യയ്ക്ക് മുന്നിൽ ആളുകളുടെയും വാഹനങ്ങളുടെയും തിരക്ക്. ഒരാൾക്ക് 2 കാക്കിധാരികൾ വീതം വേറെയും. രാവിലെ ആയതിനാൽ പലർക്കും കാര്യം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. എങ്കിലും ഇത്രയും പോലീസും ആളുകളും വാഹനങ്ങളും ഒക്കെ എത്തണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പിന്നെയും ആളുകൾ അങ്ങോട്ടടുത്തത്. എന്താ എന്താ ഇവിടെ? അറിഞ്ഞില്ലേ, ഈ വീട്ടിലെ മുഴുവൻ ആളുകളെയും കഴിഞ്ഞ രാത്രി ആരോ കൊന്നുകളഞ്ഞു. കേൾക്കുന്നവരിൽ അമ്പരപ്പ്. എത്ര പേരെ കൊന്നു? എങ്ങനെയാണ് കൊന്നത്? അതൊക്കെ ആർക്കറിയാം? അല്ലെങ്കിൽ ആരോട് ചോദിക്കാൻ? ഉച്ചയ്ക്കത്തെ റേഡിയോ TV ന്യൂസുകളിലും വൈകിട്ടത്തെ പത്രങ്ങളിലും അറിയാം. എന്നിട്ടും ആളുകൾ മതിലിന് പുറത്തു കൂടിയും ഗേറ്റ് വഴിയും അകത്തേക്ക് നോക്കി നിന്നു. പത്രക്കാർ വരെ പുറത്ത് കൂടി നിൽക്കുകയാണ്. കമ്മീഷണർ വന്നതിന് ശേഷമേ നിങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർത്ത് പറഞ്ഞു. TV-ക്കാർ പുറത്തു നിന്നുകൊണ്ട് വീടിൻ്റെ ചിത്രങ്ങളെടുത്തു. ചുറ്റും 6 അടിയോടടുത്ത ഉയരമുള്ള മതിലും അതിന് മുകളിൽ കമ്പിവേലിയുമുള്ള വീടാണ് കൗസല്യ. കഷ്ടിച്ച് 8 സെന്റ് വസ്തു കാണും. മതിലിൻ്റെ അത്രയും തന്നെ ഉയരമുണ്ട് ഗേറ്റിനും. ഒരു വശത്തേക്ക് നിരക്കി മാറ്റാവുന്നതാണ്. ഗേറ്റിൽ കൗസല്യ എന്ന് ഇംഗ്ലീഷിൽ മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. മതിലിൽ വീട്ടുനമ്പറുമുണ്ട്. ഒരു പോലീസ് വാഹനത്തിൻ്റെ മൂളൽ കേട്ടു. പെട്ടെന്ന് പോലീസ് അലേർട്ടായി. ഗേറ്റിനുള്ളിൽ DYSP കിഷൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരുണ്ടായിരുന്നു. റോഡിലുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ രാധാചന്ദ്രൻ്റെയും സബ് ഇൻസ്പെക്ടർ അലക്സിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് പെട്ടെന്ന് റോഡ് ക്ലിയറാക്കി. വഴുതക്കാട്ട് നിന്ന് വെട്ടിത്തിരിഞ്ഞ് ഇറക്കമിറങ്ങി വന്ന വെള്ള അംബാസഡർ കാർ കൗസല്യയുടെ ഗേറ്റിന് മുന്നിൽ നിന്നു. ഡ്രൈവർ ഇറങ്ങി പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. മധ്യവയസ്കനായ ഒരു ദീർഘകായൻ ഇറങ്ങി. സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം. മുന്നിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറ്റൻഷനായി. ആരെയും ഗൗനിക്കാതെ ഡേവിഡ് എബ്രഹാം അകത്തേക്ക് നടന്നു. തൻ്റെ സീനിയർ ഓഫീസർക്ക് മുന്നിൽ അറ്റൻഷനായ ശേഷം DYSP കിഷൻലാൽ അയാളെ പിന്തുടർന്നു. കൗസല്യയുടെ ചാരിയിട്ട വാതിൽ തള്ളി തുറന്നത് കിഷൻലാൽ തന്നെയാണ്. അകത്തേക്ക് നടന്ന ഡേവിഡ് എബ്രഹാം ഒരു നിമിഷം നിശ്ചലനായി. പിന്നെ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് കണ്ണടച്ചു നിന്നു. അനന്തരം തൊപ്പി വെച്ചിട്ട് ആകെ ഒന്നുകൂടി നോക്കി. ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു വിസിറ്റിംഗ് റൂം. ചിതറിക്കിടക്കുന്ന ഫർണിച്ചറുകൾ, തകർന്ന TVയും ടേപ്പ് റെക്കോർഡറും ടെലിഫോണും. അവയ്ക്കിടയിൽ അങ്ങിങ്ങായി ശവശരീരങ്ങൾ. 4 പേരാണ് അവിടെ മരിച്ചു കിടന്നിരുന്നത്. കൗസല്യ, ഭർത്താവ് ജനാർദ്ദനൻ മുതലാളി, അയാളുടെ അമ്മ സുമതിക്കുട്ടി, മകൻ 10 വയസ്സുകാരൻ ദീപു. ജനാർദ്ദൻ്റെ നെഞ്ചിൽ അപ്പോഴും പിടിയോളം താഴ്ന്നിരിക്കുന്ന ഒരു കടാരയുണ്ടായിരുന്നു. അതുമാത്രമല്ല, മരണകാരണം എന്നുറപ്പാണ്. കാരണം ഇരുമ്പുവടി പോലെ എന്തോ കൊണ്ട് തല തല്ലി പിളർത്തിയിട്ടുണ്ട്. മുണ്ട് ഷർട്ടും വേഷം. കൗസല്യ ഒരു സെറ്റിക്കടിയിലേക്ക് തല വെച്ചാണ് മരിച്ചു കിടക്കുന്നത്. കമിഴ്ന്ന്. വില കൂടിയ ഒരു സാരിയും ബ്ലൗസുമായിരുന്നു വേഷം. കയ്യിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങളുണ്ട് താനും. ജനാർദ്ദൻ്റെ അമ്മ സുമതിക്കുട്ടി ഭിത്തിക്കരികിൽ ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നു. ഭിത്തിയിൽ നിന്നും ചോര ഒലിച്ചിറങ്ങിയ പാടുണ്ട്. തലയുടെ പിൻഭാഗവും തകർന്നിട്ടുണ്ട്. അവരുടെ തല പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞിടിച്ചതാണ് മരണകാരണമെന്ന് വ്യക്തം. സാധാരണ ഹൗസ് കോട്ടായിരുന്നു 65 വയസ്സോളം പ്രായമായ ആ സ്ത്രീയുടെ വേഷം. ദീപു മരിച്ചു കിടന്നത് ടെലിഫോൺ സ്റ്റാൻഡിനരികിലാണ്. ഫോണിൻ്റെ കേബിൾ അപ്പോഴും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിണഞ്ഞിരിപ്പുണ്ട്. കൊലപാതകി അവനായി മാറ്റിവെച്ചത് കേബിളാണെന്ന് വ്യക്തം. അവൻ്റെ കണ്ണുകൾ തുറിച്ചിട്ടുണ്ട്. പാൻറ്, ഷർട്ടും ക്യാൻവാസും ഷൂസും ധരിച്ചിരുന്നു അവൻ. ഡേവിഡ് എബ്രഹാം എല്ലാം നോക്കി കണ്ടു. തറയിൽ തളം കെട്ടിക്കിടക്കുന്ന ചോരയിൽ ചവിട്ടാതെ അയാൾ മുന്നോട്ട് നീങ്ങി. അതിനിടെ തിരിഞ്ഞ് കിഷൻലാലിനെ നോക്കി. ഒന്നും അതാത് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലല്ലോ? നോ സർ. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകരെ കടത്തിവിടാവൂ.
അല്ലെങ്കിൽ അവർ എല്ലാം ചളമാക്കും. സർ, FIRൽ ഒന്നും വിട്ടുപോകാതെ എല്ലാം നോട്ട് ചെയ്യണം. സർ, അടുത്ത ബോഡി എവിടെയാണ് കിടക്കുന്നത്? മുകളിലെ ബെഡ്റൂമിലാണ് സർ. കമോൺ. പറഞ്ഞിട്ട് ഡേവിഡ് എബ്രഹാം സ്റ്റെപ്പുകൾ കയറി. കിഷൻലാൽ അനുഗമിച്ചു. 2ാം നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു സിറ്റ് ഔട്ടുമാണ് ഉണ്ടായിരുന്നത്. 2ാമത്തെ മുറിയുടെ വാതിൽ കിഷൻലാൽ തുറന്നു. അവിടെ കിടക്കയിൽ ഏതാണ്ട് പരിപൂർണ നഗ്നയായി കിടക്കുകയായിരുന്നു അവൾ. പ്രവീണ. ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. അവളുടെ വസ്ത്രങ്ങൾ സൂക്ഷ്മതയോടെ അഴിച്ചു വെച്ചതുപോലെ കിടക്കയുടെ ഒരു ഭാഗത്തിരിപ്പുണ്ടായിരുന്നു. പൂർണ്ണ മനസ്സോടെ അവളെ ആരോ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. കണ്ണുകൾ തുറിച്ച് നാവ് പുറത്തേക്ക് നീട്ടിയും കൈപ്പത്തികൾ ചുരുട്ടിപ്പിടിച്ച നിലയിലുമാണ്. മുറിയുടെ ജനാലകൾ അടഞ്ഞ നിലയിലായിരുന്നു. സീലിംഗ് ഫാൻ അപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡേവിഡ് എബ്രഹാമും കിഷൻലാലും തിരിച്ചിറങ്ങി. FIR തയ്യാറാക്കാൻ വേണ്ടത് ചെയ്തിട്ട് താൻ വാ. സർ. കിഷൻലാൽ CI രാധാചന്ദ്രനെ വിളിച്ച് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടത് ചെയ്തു. പോലീസ് ഫോട്ടോഗ്രാഫറെ എല്ലാത്തിൻ്റെയും ചിത്രങ്ങൾ എടുക്കാനും ഏർപ്പാടാക്കി. അപ്പോഴേക്കും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി. പട്ടിയെ മറ്റു ജോലികൾ കഴിയുന്നിടം വരെ ജീപ്പിലെത്തി. മുറ്റത്ത് തണൽ വിരിച്ച് നിന്നിരുന്ന ഒരു മാവിൻ ചോട്ടിലേക്ക് സിറ്റ് ഔട്ടിൽ കിടന്നിരുന്ന ഫൈബർ കസേരകളിലൊന്ന് ഒരു കോൺസ്റ്റബിൾ എടുത്തുകൊണ്ടിട്ടു. സിറ്റി പോലീസ് കമ്മീഷണർ അതിലിരുന്നു. അയാളുടെ അടുത്തേക്ക് പോകുവാൻ മാധ്യമപ്രവർത്തകർ അനുവാദം ചോദിച്ചെങ്കിലും ഗേറ്റിൽ നിന്ന പോലീസുകാർ സമ്മതിച്ചില്ല. ഇതെന്താണ് ഇങ്ങനെ? ഞങ്ങളെ ആരെയും ഒന്നും കാണിക്കാതെയും അറിയിക്കാതെയും ഒതുക്കത്തിൽ ഈ കൊലപാതക കേസ് തീർത്തു കളയാമെന്നാണോ നിങ്ങളുടെ തീരുമാനം? ഒരാൾ പറഞ്ഞു. ഡേവിഡ് എബ്രഹാം അത് കേട്ടു. തൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പോലീസുകാരനോട് അയാൾ നിർദ്ദേശിച്ചു. ആ പറഞ്ഞവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. കോൺസ്റ്റബിൾ പോയി ആളിനെ കൂട്ടിക്കൊണ്ടുവന്നു. ഡേവിഡ് എബ്രഹാം അവനെ അടിമുടി ഒന്ന് നോക്കി. പാൻറ്റും ഷർട്ടും ധരിച്ച തീരെ ആരോഗ്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ. നീ എവിടെയാടാ വർക്ക് ചെയ്യുന്നത്? യുവബേരി പത്രത്തിൽ. അങ്ങനെ ഒരു പത്രമുണ്ടോ? സായാഹ്ന പതിപ്പാണ് സർ. നിന്റെ പേരെന്താ? ചെന്താമരാക്ഷൻ. നിനക്ക് പറ്റിയ പേര്. ആരാടാ ഇതിട്ടത്? അറിയില്ല സർ. നീ എന്താ ഇപ്പോൾ ഗേറ്റിൽ നിന്ന് പറഞ്ഞത്? സർ, അത് പിന്നെ... അവൻ തല ചൊറിഞ്ഞു. ഡേവിഡ് എബ്രഹാം ചാടി എണീറ്റു. ഷൂസ് ഉയർത്തി തറയിലൊരു ചവിട്ട്. ഒപ്പം ചെന്താമരാക്ഷൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാനെന്ന ഭാവത്തിൽ മുന്നോട്ട് നീങ്ങി. അവനാകെ വിരണ്ടുപോയി. കഴിവരുടെ മോനെ, അർദ്ധരാത്രിക്ക് ഓംലെറ്റ് പൊതിയൻ ഒരു പത്രം അടിച്ചിറക്കുന്നുണ്ടെന്ന് കരുതി പോലീസിനെ ആക്ഷേപിച്ചാലുണ്ടല്ലോ, ഇടിച്ച് നിന്റെ നെഞ്ചും കൂടി കലക്കിക്കളയും ഞാൻ. വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നും കൂടി വേശ്യമാർക്ക് വിരിച്ചു കിടക്കാൻ വേണ്ടി അച്ചടിക്കുന്ന നിന്റെ പത്രത്തിൽ എഴുതി ചേർക്കടാ. വിറച്ചുപോയി ആ ചെറുപ്പക്കാരൻ. സർ, ക്ഷമിക്കണം, ഞാൻ അറിയാതെയോ? ഇക്കണക്കിന് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു കൊന്നാലും നീ പറയുമല്ലോടാ ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന്. വിളറി വിയർത്തുപോയി ചെന്താമരാക്ഷൻ. ദയനീയമായി അവൻ കമ്മീഷണറെ നോക്കി. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഡേവിഡ് എബ്രഹാം എന്ന് അവനറിയാം. ചീഫ് മിനിസ്റ്ററുടെ ആജ്ഞാനുവർത്തി എന്നാണ് രഹസ്യമായി ആളുകൾ അയാളെ വിളിക്കുക. CM എന്ത് പറഞ്ഞാലും അതേപോലെ അയാൾ ചെയ്യും, നല്ലതായാലും ചീത്തയായാലും. അതുകൊണ്ട് പാർട്ടി ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയാണ് പോലും പലവിധ ആരോപണങ്ങൾ ഉണ്ടായിട്ടും CM ഇയാളെ ഇവിടെ കമ്മീഷണറായി വാഴിച്ചിരിക്കുന്നത്. ആരെയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കൈവയ്ക്കുന്ന സ്വഭാവക്കാരനാണ് ഡേവിഡ് എബ്രഹാം. അതുകൊണ്ട് തന്നെ തൻ്റെ മേലും കൈവച്ചേക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു ചെന്താമരാക്ഷന്. ഗേറ്റിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകരുടെ എല്ലാം ശ്രദ്ധ അവരിലായിരുന്നു. അതുകൊണ്ടാവും ഡേവിഡ് എബ്രഹാം ഒരുപക്ഷെ അവനെ തല്ലാഞ്ഞതും. നിങ്ങളെ അകത്തേക്ക് കടത്തിവിടില്ലെന്നോ ഇതൊന്നും കാണിക്കില്ലെന്നോ ആരുടെങ്കിലും പറഞ്ഞോടാ? കമ്മീഷണർ പിന്നെയും തിരക്കി. ഇല്ല സർ. പിന്നെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? അവൻ മൗനം. ഞങ്ങളുടെ ജോലി പൂർത്തിയാകാതെ നിന്നെയൊക്കെ ഇങ്ങോട്ട് കയറ്റിവിട്ട വിലപ്പെട്ട പല വിവരങ്ങളും നീയൊക്കെ ചവിട്ടി മെതിച്ചു കളയും, ഇല്ലടാ? അവൻ തലയാട്ടി. നിന്റെ വല്ലതും ഫിംഗർ പ്രിന്റ് അവിടുന്ന് കിട്ടിയാ നീയൊക്കെയാണ് കൊല ചെയ്തതെന്ന് സമ്മതിക്കുമോടാ? ഇല്ല സർ. ഫക്കാഴുവേറി. എന്നാ പോയി പുറത്ത് നിൽക്കടാ, ഞാൻ പറയുന്നത് വരെ. ചെന്താമരാക്ഷൻ കുനിഞ്ഞ ശിരസോടെ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് DYSP കിഷൻലാൽ അങ്ങോട്ട് വന്ന് അറ്റൻഷനായി. സർ,
ചോദ്യഭാവത്തിൽ കമ്മീഷണർ അയാളെ നോക്കി. കൊല നടന്നിരിക്കുന്നത് 2 ഘട്ടമായിട്ടാവാനാണ് സാധ്യത, അയാൾ പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം ഡിവൈഎസ്പി കിഷൻലാലിനെ നോക്കി. ജനാർദ്ദന്റെ കീശയിൽ ശ്രീ പത്മനാഭ തിയേറ്ററിലെ കഴിഞ്ഞ രാത്രിയിലെ 3 ടിക്കറ്റുകളുടെ കൗണ്ടർ ഫോയിൽ ഉണ്ടായിരുന്നു. ജനാർദ്ദനനും ഭാര്യ കൗസല്യയും മകൻ ദീപുവുമായിരിക്കണം സിനിമയ്ക്ക് പോയത്. അവരുടെ വേഷങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുണ്ടല്ലോ. കമ്മീഷണർ കനപ്പിച്ചൊന്ന് മൂളി. നമ്മുടെ ജോലി കഴിഞ്ഞോ? പൂർത്തിയാവുന്നു സർ. അത് കഴിഞ്ഞാൽ ഉടനെ ഡോഗ് സ്ക്വാഡിന് അവസരം കൊടുക്കൂ. അത് കഴിഞ്ഞ് മതി മാധ്യമപ്രവർത്തകർക്ക്. യെസ് സർ. ഡേവിഡ് എബ്രഹാം ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ തിരികിയപ്പോൾ കിഷൻലാൽ നടന്നുപോയി. തലസ്ഥാനത്തെ ഒരുവിധം നല്ല പണക്കാരിൽ ഒരാളായിരുന്നു ജനാർദ്ദനൻ. ചിട്ടിക്കമ്പനിയും ബ്ലേഡ് ബിസിനസ്സും റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയും എല്ലാം ഉണ്ട്. പോരെങ്കിൽ അല്പസ്വല്പം രാഷ്ട്രീയവും. ഏതാണ്ട് 10ഓളം വർഷങ്ങളായി അയാൾ ഈ സിറ്റിയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. പോലീസിന്റെ ജോലി തീർന്നു. ഇനി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം. ആംബുലൻസ് പുറത്ത് കിടപ്പുണ്ട്. ഡിവൈഎസ്പി കിഷൻലാലിന്റെ നിർദ്ദേശാനുസരണം ഡോഗ് സ്ക്വാഡ് തങ്ങളുടെ ജോലി തുടങ്ങി. പരിശീലനം സിദ്ധിച്ച നായി എല്ലായിടത്തും മണം പിടിച്ച ശേഷം പുറത്തേക്ക് ഓടി. പോലീസുകാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. പക്ഷേ പട്ടി അവിടെ റോഡിൽ ഇറങ്ങി നിന്ന് കുരച്ചതേയുള്ളൂ. ഒരിടത്തേക്കും പോയില്ല. ആ നീക്കം വെറുതെയായി. പിന്നീടാണ് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമപ്രതിനിധികൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത്. കൂടെ ഇത്രയും കൂടി പറഞ്ഞു. 1/2 മണിക്കൂറാണ് നിങ്ങൾക്കായി ഞാൻ അനുവദിച്ചിരിക്കുന്നത്. TV പ്രവർത്തകർ അകത്തേക്ക് പാഞ്ഞു. ആദ്യം ചിത്രങ്ങളും മറ്റും എടുക്കുവാൻ ഡേവിഡ് എബ്രഹാം ഡിവൈഎസ്പിയെ അടുത്ത് വിളിച്ചു. ആദ്യം സംഭവം കണ്ടതാരാണ്? ഇവിടുത്തെ വേലക്കാരിയാണ് സർ. രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോവുകയാണ് അവൾ. ഇന്ന് രാവിലെ വന്നപ്പോൾ കാണുന്നത് ഇതാണ്. അവളെ സംശയിക്കാമോ? സാർ, അങ്ങനെ തോന്നിയില്ല. അവളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ? യെസ് സർ. അകത്തെ ചിത്രങ്ങൾ എടുത്ത ശേഷം മാധ്യമപ്രതിനിധികൾ കമ്മീഷണറുടെ അടുത്തെത്തി. സർ. ഈ കൊലപാതകത്തെക്കുറിച്ച് താങ്കൾ എന്തു പറയുന്നു? ഒരു സ്വകാര്യ TV റിപ്പോർട്ടറാണ് അത് ചോദിച്ചത്. ഡേവിഡ് എബ്രഹാം അയാളെ അടിമുടി ഒന്ന് നോക്കി. ഈ കൊലപാതകത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാൻ? കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നെപ്പോലെ നിങ്ങളും കണ്ടതല്ലേ? കേട്ടുനിന്നവർ ചിരിച്ചു. കമ്മീഷണർ രൂക്ഷമായി ഒന്ന് നോക്കിയപ്പോൾ ചിരി നിന്നു. കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ അകത്താക്കില്ലായിരുന്നോ ഞാൻ? നിങ്ങളും കണ്ടതല്ലേ? പോലീസ് നായ വിചാരിച്ചിട്ട് കൂടി ഒരു തുമ്പും കിട്ടിയില്ല. നിങ്ങളുടെ ഫോഴ്സിനേക്കാൾ കഴിവ് പോലീസ് നായ്ക്കാണ് എന്നാണോ സാർ പറഞ്ഞു വരുന്നത്? മറ്റൊരു റിപ്പോർട്ടർ പെട്ടെന്ന് തിരക്കി. ഒന്ന് വിളറിയെങ്കിലും കമ്മീഷണർ അയാളെ രൂക്ഷമായി നോക്കി. തെറി വിളിക്കാൻ പറ്റില്ല. തനിക്ക് വേണ്ടപ്പെട്ട ഒരു ചാനലിന്റെ റിപ്പോർട്ടറാണ് അയാൾ. ഭാവം മാറ്റിക്കൊണ്ട് ഡേവിഡ് എബ്രഹാം തിരുത്തി. വാർത്തകൾ വളച്ചൊടിക്കാൻ നിങ്ങൾ കേമന്മാരാണെന്ന് എനിക്കറിയാം. ഏതായാലും കുറ്റവാളിയെ മണത്ത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. അതിന് നായ്ക്കൾ തന്നെ വേണം. കൊലയാളിയെ ഉടനെ കണ്ടുപിടിക്കുമോ എന്ന് തീർത്ത് പറയാൻ എനിക്ക് ജ്യോത്സ്യം അറിയില്ലല്ലോ. ഏതായാലും ആരാണിതിന് പിന്നിലെന്നറിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം വച്ച് താമസിപ്പിക്കില്ല. കുറ്റവാളികളെക്കുറിച്ച് എന്തെങ്കിലും ഊഹം? അതേക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ ഉദ്ദേശമില്ല. പറയാം, സമയമാകട്ടെ. സാർ, ഒരു ചോദ്യം കൂടി. മതി. കമ്മീഷണർ കൈ ഉയർത്തി. ഇത് തന്നെ ധാരാളം. നിങ്ങൾ ഭാവന വേണ്ടുവോളം ഉള്ളവരല്ലേ. വച്ച് താങ്ങിക്കോ. റിപ്പോർട്ടർമാർ ഓരോരുത്തരായി പിൻവാങ്ങി. ചെന്താമരാക്ഷൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. എന്താടോ? ശവങ്ങൾ ആംബുലൻസിൽ കയറ്റുന്ന ചിത്രങ്ങൾ കൂടി എടുത്തതൊന്നും പോരടോ കുത്തി നിറയ്ക്കാൻ. അവൻ മിണ്ടിയില്ല. ആംബുലൻസ് മുറ്റത്തേക്ക് വന്നു. കാര്യങ്ങൾ ഡിവൈഎസ്പിയെ പറഞ്ഞേൽപ്പിച്ചിട്ട് കമ്മീഷണർ തൻ്റെ ഓഫീസിലേക്ക് പോയി. 5 വർഷം പൂർത്തിയാക്കുമെന്ന് ദിവസം 4 വട്ടമെങ്കിലും പറയാറുള്ള മുഖ്യമന്ത്രിയെയും ഭരണപക്ഷത്തെയും താറടിച്ച് കാണിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരായുധമായി തീർന്നു ഈ കൊലപാതകം. മന്ത്രിമാരുടെ മൂക്കിന് കീഴെയാണ് ഇത് നടന്നിരിക്കുന്നത്. തൈക്കാട്ടെ വൈദ്യുതി ശ്മശാനത്തിൽ ശവശരീരങ്ങൾ എരിഞ്ഞു തീർന്നിട്ട് 4 ദിവസങ്ങളാകുന്നു. TV പത്രമാധ്യമങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിലെ പ്രധാന വാർത്തയും ഈ കൂട്ടക്കൊലപാതകമായിരുന്നു. പോലീസ് അന്വേഷണം മുറയ്ക്ക് നടത്തുന്നുണ്ടെന്ന് പറയുന്നു. ഊഹങ്ങളല്ലാതെ കൊലയാളിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ശ്രീ പത്മനാഭ തിയേറ്ററിൽ ജനാർദ്ദനും ഭാര്യയും മകനും സെക്കൻഡ് ഷോ സിനിമ കാണാൻ ചെന്നിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട്. പോരെങ്കിൽ അവർ 3 പേരുടെയും മരണം നടന്നിരിക്കുന്നത്
1 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സുമതിക്കുട്ടിയുടെയും പ്രവീണയുടെയും കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് 11നും 12നും ഇടയ്ക്കാണ്. അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മറ്റുള്ളവർക്ക് വേണ്ടി കൊലയാളികൾ കാത്തിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. മാത്രമല്ല, ഒന്നിലധികം ആളുകളുമായി പ്രവീണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അതൊന്നും തന്നെ ബലപ്രയോഗത്തിലൂടെയുള്ള വീഴ്ചയായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പോലീസ് സർജൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പത്രങ്ങൾ എഴുതി. ഏതായാലും നിയമസഭയിൽ ഇതേ ചൊല്ലി ഒച്ചപ്പാടായി. പ്രതിപക്ഷ കക്ഷികൾ തുടർച്ചയായി 3 ദിവസം വാക്കൌട്ട് നടത്തി. സ്റ്റേറ്റ് പോലീസിന് കഴിവില്ലെങ്കിൽ അന്വേഷണം വേറെ ഏജൻസികൾക്ക് കൊടുക്കണമെന്നും സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ട് കൊലയാളികളെ സംരക്ഷിക്കുകയാണെന്നുമൊക്കെ പ്രതിപക്ഷ നേതാവ് തലസ്ഥാനത്തെ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. 4ാം ദിവസം പ്രതിപക്ഷ കക്ഷികൾ സെക്രട്ടേറിയറ്റ് നടയിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹവും ഉച്ചവരെ നിരാഹാര സമരവും നടത്തി. പ്രധാനപ്പെട്ട പല ചർച്ചകളും വഴിമുട്ടി. എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ചീഫ് മിനിസ്റ്റർ തന്റെ ചേംബറിലേക്ക് DGPയെയും സിറ്റി പോലീസ് കമ്മീഷണറെയും വിളിച്ചു വരുത്തി. താനൊക്കെ എന്തിനാടോ ഈ കാക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്? ഒരു കേസ് തെളിയിക്കാൻ വയ്യെങ്കിൽ പോയി കുട്ടനാട്ടിൽ താറാവിനെ തീറ്റടോ. CM ശബ്ദമുയർത്തി. DGP കമ്മീഷണർ നോക്കി. ഡേവിഡ് എബ്രഹാം ആവട്ടെ ഇതൊക്കെ താൻ എത്ര തവണ കേട്ടിട്ടുള്ളതാണ് എന്ന ഭാവത്തിലാണ് ഇരിപ്പ്. രണ്ടിൻ്റെ നാവ് ഇറങ്ങിപ്പോയടോ, എന്തെങ്കിലും ഒന്ന് പറ. സർ, DGP മുന്നോട്ടാഞ്ഞിരുന്നു. കേസിന്റെ ചാർജ് ഇയാൾക്കാണ്. അയാൾ ഡേവിഡ് എബ്രഹാമിനെ നോക്കി. കുറ്റവാളി ഉടൻ കുടുങ്ങുമെന്ന് ഇയാൾ പറയുന്നു, എന്നാൽ ഡീറ്റെയിൽസ് ഒന്നും വിട്ടു പറയുന്നുമില്ല. അയാൾ അങ്ങനാ? CM പിന്താങ്ങി. അയാളുടേത് ഡീറ്റെയിൽസ് വാങ്ങിയിട്ട് അയാൾ അറിയാതെ പോയി കുറ്റവാളിയെ കസ്റ്റഡിയിലെടുത്ത് ഒരുത്തനും അങ്ങനെ ആളാകണ്ട, അല്ലേടോ? CM ഗോവിന്ദൻകുട്ടി കമ്മീഷണറെ നോക്കി. സർ, അങ്ങക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ കരുതിക്കോളൂ, നാളെ ഈ നേരത്തിന് മുമ്പ് ഞാൻ കൊലയാളികളെ അകത്താക്കിയിരിക്കും. എനിക്കറിയാം, നീ പറഞ്ഞ അങ്ങനെ തന്നെ ചെയ്യുന്നോനാ. DGPക്ക് അരിശമാണുണ്ടായത്. എന്തിനും ഏതിനും ഡേവിഡിനെ താങ്ങി പറയുന്ന ഒരു മുഖ്യമന്ത്രി. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് DGPയും സിറ്റി പോലീസ് കമ്മീഷണറും ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ അനുമതിയോടെ പത്രക്കാർ കടന്നു വന്നു. ആ, ചോദിച്ചോളൂ. പ്രധാന ചോദ്യം റിപ്പോർട്ടർ പൂർത്തിയാക്കും മുമ്പ് CM പറഞ്ഞു. ആ കൊലക്കേസിനെ കുറിച്ചായിരിക്കും. റിപ്പോർട്ടർ തലയനക്കി. അതാടോ പറഞ്ഞത് ഭാവന വേണമെന്ന്. പണ്ട് ഞാനും ഇങ്ങനെ ലേഖകനാണെന്ന് പറഞ്ഞ് നടന്നതാ. അറിയാമോ തനിക്ക്? അറിയാം സർ. എങ്കിൽ പറയുന്നതേ എഴുതാവൂ, എഴുതുന്നതേ പത്രത്തിൽ വരാവൂ. മനസ്സിലായോ? മനസ്സിലായി സർ. എന്തോന്ന് മനസ്സിലായെന്ന്? മനസ്സിലാകുമായിരുന്നെങ്കിൽ താൻ ഇപ്പണിക്ക് ഇറങ്ങില്ലായിരുന്നല്ലോടൂ. അതല്ലേ ഞാൻ ആ പണി കളഞ്ഞത്. റിപ്പോർട്ടർമാർ ചിരിച്ചു. CM ചുക്കുവെള്ളം കുടിച്ചുകൊണ്ട് തുടർന്നു. അപ്പോ പറഞ്ഞു നിർത്തിയത്? സർ, കൊലപാതകം, ഒരാൾ ഓർമ്മിപ്പിച്ചു. അത് തന്നെയാടോ പറഞ്ഞു വരുന്നത്. താൻ തോക്കിനകത്ത് കയറിയിരുന്ന് ഉണ്ടയില്ലാതെ വെടിവെക്കുകയാണോ? റിപ്പോർട്ടർമാർ മുഖാമുഖം നോക്കി. CM തുടർന്നു. കൊലയാളികളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കിട്ടി. നാളെ അവർ അറസ്റ്റിലാകും. എന്തെങ്കിലും ഒരു ക്ലൂ തരാമോ സർ? റിപ്പോർട്ടർമാർക്ക് ജിജ്ഞാസ. തരാമല്ലോ. അവർ കാതുകൾ കൂർപ്പിച്ചു. കൊലയാളികൾക്ക് കാലുണ്ട്, കൈയുണ്ട്, ഉണ്ട കണ്ണുണ്ട്. പോരെ ക്ലൂ? റിപ്പോർട്ടർമാർ വിളറിപ്പോയി. എടോ, ഇപ്പൊ വല്ലതും പറഞ്ഞാൽ അത് നിങ്ങൾ പത്രത്തിൽ വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതും. അത് വായിച്ചിട്ട് കൊലയാളികൾ ചന്തിയിലെ പൊടിയും തട്ടി പോവുകയും ചെയ്യും. അതുകൊണ്ട് നാളെ വാ, എല്ലാം പറഞ്ഞു തരാം. കൊലയാളികളുടെ ഫോട്ടോയും എടുക്കാം. സർ, കൊലയാളികളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നെങ്കിലും പറയാമോ? മറ്റൊരാൾ തിരക്കി. അവരുടെ ലക്ഷ്യം ഞാനും നിങ്ങളുമൊക്കെ കണ്ടതല്ലേ, കൊല്ലുക. അത് തന്നെ. കണ്ടില്ലായിരുന്നോ ചത്തുകിടക്കുന്നത്? ഇനിയൊന്നും ചോദിച്ചിട്ട് പ്രയോജനമില്ലെന്ന് അവർക്കറിയാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സർ? വേണ്ട, കുറച്ചു നേരം കൂടെ നിന്നേച്ചു പോ. റിപ്പോർട്ടർമാർ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അവർ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണറെയും കണ്ടെങ്കിലും അയാളും ഒന്നും വിട്ടു പറഞ്ഞില്ല. കാത്തിരുന്ന് കാണൂ എന്നായിരുന്നു മറുപടി. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞു. 3 മണിയായപ്പോൾ പ്രസ് ക്ലബിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ മെസ്സേജ് വന്നു. കോളിളക്കം സൃഷ്ടിച്ച കൊലക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. 4 മണിക്ക് പത്രസമ്മേളനത്തിന് തയ്യാർ.
മാധ്യമപ്രവർത്തകർ ഉത്കണ്ഠാകുലരായി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പാഞ്ഞു. പ്രതി ആരാണ്? ഇവിടെ? സിറ്റി പോലീസ് കമ്മീഷണറുടെ വഴുതക്കാടുള്ള ഓഫീസിലേക്ക് കുതിച്ചെത്തിയ മാധ്യമപ്രതിനിധികൾ കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊഴിഞ്ഞു. പലരോടും തിരക്കി. പക്ഷേ അതിന് മറുപടി ആരും പറഞ്ഞില്ല. ഒക്കെ കമ്മീഷണർ തന്നെ അറിയിച്ചോളും. അവസാനം സഹികെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൃത്യം 4 മണിക്ക് തന്നെ മാധ്യമപ്രതിനിധികൾ ഒരു റൂമിലേക്ക് ആനയിക്കപ്പെട്ടു. സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം മേശയ്ക്ക് പിന്നിലെത്തി. ടിവിക്കാരുടെ ക്യാമറ കണ്ണുകൾ തുറന്നു. കമ്മീഷണറുടെ മേശപ്പുറത്ത് മൈക്രോഫോണുകൾ പ്രത്യക്ഷപ്പെട്ടു. റിപ്പോർട്ടർമാർ ടേപ്പ് റെക്കോർഡുകളും പാഡുകളും പേനയും എടുത്തു. കമ്മീഷണർ എല്ലാവരെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവമായിരുന്നു ഇവിടുത്തെ കൂട്ടക്കൊലപാതകം. അധികാരികളുടെ മൂക്കിന് കീഴെ ആയിരുന്നിട്ടും ഞങ്ങൾ കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കാത്തത് അവരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണെന്ന് തുറന്നെഴുതിയവരുമുണ്ട്. മാത്രമല്ല ഞങ്ങൾ കഴിവുകെട്ടവരാണെന്ന് വരെ നിങ്ങൾ എഴുതി. അക്കാര്യത്തിലൊന്നും ഇപ്പോൾ എനിക്ക് പരാതിയില്ല. പക്ഷേ നിങ്ങൾ ഒന്നോർക്കണം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ത്രികാലജ്ഞാനികളല്ല. ഒരു കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. തെളിവുകളുടെയും സംശയത്തിന്റെയും ഒക്കെ പിന്നാലെ പോയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സത്യം കണ്ടെത്താനാവൂ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഡേവിഡ് എബ്രഹാം ഒന്ന് നിർത്തി. റിപ്പോർട്ടർമാർ എല്ലാം പാഡിൽ കുറിച്ചുകൊണ്ടിരുന്നു. എല്ലാ മുഖങ്ങളിലേക്കും ഒരിക്കൽ കൂടി നോക്കിയിട്ടാണ് കമ്മീഷണർ ബാക്കി പറഞ്ഞത്. അവസാനം സത്യം ജയിക്കുക തന്നെ ചെയ്തു. ഞങ്ങൾ കുറ്റവാളികളെ കണ്ടെത്തി. അന്വേഷണത്തെക്കുറിച്ച് ഒന്നുകൂടി വ്യക്തമാക്കാമോ സർ? ഒരു റിപ്പോർട്ടർ ആരാഞ്ഞു. പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ ഭീകരകൃത്യങ്ങൾ നിർവഹിച്ച കൊലയാളിയെ കാണണ്ടേ? കമ്മീഷണർ അടുത്ത മുറിയുടെ വാതിൽക്കിലേക്ക് നോക്കി വിളിച്ചു. ചന്ദ്ര. അടുത്ത നിമിഷം സർക്കിൾ ഇൻസ്പെക്ടർ രാധാചന്ദ്രൻ കൈകളിൽ വിലങ്ങിട്ട നിലയിൽ ഒരാളെ അവിടെ കൊണ്ടുവന്നു. ഒരു ചെറുപ്പക്കാരനെ. റിപ്പോർട്ടർമാർ മുഖാമുഖം നോക്കി. ക്യാമറ കണ്ണുകൾ ആ ചെറുപ്പക്കാരനിൽ കേന്ദ്രീകരിച്ചു. 5 പേരെ ക്രൂരമായി കൊല ചെയ്തത് ഇവനോ? റിപ്പോർട്ടർമാർക്ക് അത് വിശ്വസിക്കാനായില്ല. ഏറിയാൽ 25 വയസ്സ് വരുന്ന മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. കോലൻ തലമുടിയും നീണ്ട താടിയും നിർജീവമായ കണ്ണുകൾ. പഴയ പാൻറ് ഷർട്ടുമായിരുന്നു അവൻ്റെ വേഷം. അവൻ്റെ മുഖത്ത് ഒരുതരം നിർവികാര ഭാവമായിരുന്നു. റിപ്പോർട്ടർമാരുടെ മനസ്സ് വായിച്ചതുപോലെ ഡേവിഡ് എബ്രഹാം പറഞ്ഞു. കണ്ടാൽ പാവത്താനെ പോലെ തോന്നുമെങ്കിലും ക്രൂരന്മാരുടെ ചെകുത്താനാണ് ഇവനെന്ന് ആ സംഭവം കൊണ്ട് തന്നെ തെളിഞ്ഞതാണല്ലോ. പിടിക്കപ്പെടുമെന്ന് തോന്നിയതിനാൽ ഇവൻ ഇന്ന് ബോംബെക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. ഏതായാലും സമയത്ത് തന്നെ ഞങ്ങൾ ഇവനെ കസ്റ്റഡിയിലെടുത്തു. ഇവന്റെ പേരെന്താ? യുവബേരിയുടെ റിപ്പോർട്ടർ ചെന്താമരാക്ഷൻ തിരക്കി. പറഞ്ഞു കൊടുക്കടാ. കമ്മീഷണർ അവനെ നോക്കി. വിശ്വനാഥൻ. മുരളും പോലെയാണ് അവൻ മറുപടി പറഞ്ഞത്. ഇനി നീ തന്നെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞോളൂ. കമ്മീഷണറുടെ അടുത്ത നിർദ്ദേശം. അവൻ റിപ്പോർട്ടർമാരെ ഒന്ന് ഓടിച്ചു നോക്കി. പിന്നെ നാവ് ചലിപ്പിച്ചു. ഞാനും ജനാർദ്ദൻ മുതലാളിയുടെ മകൾ പ്രമീണയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തവരായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരിക്കുകയാണ് അവളെ മറ്റാർക്കോ വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നുവെന്ന വാർത്ത ഞാൻ അറിയുന്നത്. ഞാനും പ്രമീണയും തമ്മിലുള്ള അടുപ്പം പറഞ്ഞ് മുതലാളി അവളെ ഒരുതരം വീട്ടുതടങ്കിലാക്കിയതുപോലെയായിരുന്നു. അവൻ ഒന്ന് നിർത്തിയിട്ട് കൂടുതൽ വിശദമാക്കി. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകുവാൻ അവൾക്ക് അനുവാദമില്ല. അവളുടെ സുഹൃത്തുക്കൾക്ക് കൗസിലിയിലേക്കും പ്രവേശനമില്ല. എന്തിന്? ഫോൺ അറ്റൻഡ് ചെയ്യാൻ കൂടി പാടില്ല എന്നതായിരുന്നു അവസ്ഥ. അവളെ ഒന്ന് കാണുവാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു. കഴിഞ്ഞില്ല. സംഭവം നടന്ന ദിവസം സന്ധ്യ മുതൽക്കേ ഞാൻ MV അപ്പൻ റോഡിലൂടെ പലവരും നടന്നു. രാത്രിയിൽ എങ്ങനെയും അവളെ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രധാനപ്പെട്ട ഒരു കാര്യം നീ പറഞ്ഞില്ല. നീയും ജനാർദ്ദനും തമ്മിലുള്ള ബന്ധം. ഡേവിഡ് എബ്രഹാം ഓർമ്മിപ്പിച്ചു. കമ്മീഷണർ ഒന്ന് നോക്കിയിട്ട് അവൻ പറഞ്ഞു. എൻ്റെ അമ്മാവനാണ് ജനാർദ്ദനൻ മുതലാളി. അതായത് അയാളുടെ സഹോദരിയായിരുന്നു എൻ്റെ അമ്മ. ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി എന്ന കുറ്റം കൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവർ അമ്മയെ പുറത്താക്കിയിരുന്നു. അങ്ങനെയുള്ള സ്ത്രീയുടെ മകൻ്റെ കൂടെ തൻ്റെ മോളെ അയക്കുക എന്നുള്ളത് അയാൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ലായിരുന്നു പോലും. ഏതായാലും റോഡിലൂടെ നടക്കവേ അയാളുടെ കാറ് ഗേറ്റ് കടന്നു പോകുന്നത് ഞാൻ കണ്ടു.
അതിനുള്ളിൽ പ്രവീണ ഇല്ലെന്നും ഞാൻ അറിഞ്ഞു. ആ വീട്ടിനുള്ളിൽ കയറി പറ്റുവാൻ ഇതിൽ നല്ലൊരവസരം വേറെയില്ലല്ലോ. പ്രവീണയെ വിളിച്ചുകൊണ്ട് ഇറക്കിപ്പോരുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് കുറേ നേരം കൂടി കാത്തിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. റോഡിലെ ആൾസഞ്ചാരം ഇല്ലാതെയാകട്ടെ. വഴുതക്കാട് ഹിന്ദി പ്രചാര സഭയ്ക്ക് മുന്നിലൂടെയുള്ള ഇടറോഡിലൂടെ ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലെത്തി. അതുവഴി ഇടപ്പഴഞ്ഞി വരെ നടന്നിട്ട് വലത്തേക്ക് തിരിഞ്ഞു നടന്ന് വീണ്ടും ഞാൻ DPI ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് താഴേക്ക് നടന്ന് വീണ്ടും കൗസല്യയ്ക്ക് മുന്നിലെത്തുമ്പോഴേക്കും റോഡിൽ ആരുമില്ലായിരുന്നു. പറയാൻ വേണ്ടി പഠിച്ച മട്ടിലായിരുന്നു അവൻ്റെ സംസാരം. അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ഉത്തരം മനഃപ്പാടമാക്കി പറയും പോലെ. ഗേറ്റിന് മുകളിലൂടെ അപ്പുറം കടന്ന ഞാൻ കൗസല്യയുടെ പിന്നിലെത്തി. പൈപ്പ് വഴി 2ാം നിലയുടെ പിറകിലെ ബാൽക്കണിയിലെത്തി. അവിടെ നിന്ന് പ്രവീണയുടെ മുറിക്ക് തൊട്ടടുത്ത മുറിയിലേക്ക് ഒരു വാതിലുണ്ടായിരുന്നു. ബാൽക്കണിയിലെത്തിയ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് വേണ്ടി എന്നവണ്ണം തുറന്നു കിടക്കുന്ന വാതിൽ. ഞാൻ അകത്ത് കടന്നു. പ്രവീണയുടെ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ അവളുടെ മുറിയിൽ വെളിച്ചമുണ്ടെന്ന് കണ്ടു. വാതിൽ ചാരിയിരുന്നതേ ഉള്ളൂ. അത് തള്ളി തുറന്ന് ഞാൻ സ്തബ്ധനായി നിന്നുപോയി. അകത്ത് 2 പുരുഷന്മാർക്കിടയിൽ പ്രവീണ. അവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് ഞാൻ ആദ്യം അറിയുകയായിരുന്നു. കോപം കൊണ്ട് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അടക്കി. 2 പുരുഷന്മാരോടൊപ്പം ഒരേ സമയത്ത് ബന്ധപ്പെടുന്ന യക്ഷി. അവളെ വെറുതെ വിട്ടുകൂടാ എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന 2 പുരുഷന്മാരും അവളും കൂടി എന്നെ നേരിട്ടാലോ? അതുകൊണ്ട് അടുത്ത മുറിയിലെ ഇരുളിൽ ഞാൻ കാത്തു നിന്നു. അവനൊന്ന് നിർത്തി. ആരായിരുന്നു ആ 2 പേർ? റിപ്പോർട്ടർമാർ തിരക്കി. അവരെ ആദ്യം കാണുകയായിരുന്നു ഞാൻ. പക്ഷേ ഇനി എവിടെ വെച്ച് കണ്ടാലും അവരെ ഞാൻ തിരിച്ചറിയും. അവൻ കമ്മീഷണർക്ക് നേരെ തിരിഞ്ഞു. സാർ, എനിക്ക് അല്പം വെള്ളം വേണം. കമ്മീഷണർ തിരിഞ്ഞ് CIയെ നോക്കി. രാധാചന്ദ്രൻ ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ ഒരു കുപ്പിയെടുത്ത് വിശ്വനാഥന് കൊടുത്തു. അവൻ അതിൻ്റെ അടപ്പ് കടിച്ചു തുറന്ന് ആർത്തിയോടെ വായിലേക്ക് കമിഴ്ത്തി. അത് മുഴുവൻ കുടിച്ചതിന് ശേഷമാണ് അവൻ ബാക്കി പറഞ്ഞത്. ഞാനിരുന്ന മുറിയിലൂടെ തന്നെയാണ് അവർ ഇരുവരും പുറത്തേക്ക് പോയത്. പൈപ്പ് വഴിയാകണം അവരും താഴേക്കിറങ്ങിയത്. ഏതായാലും അവർ പോയ ഉടനെ ഞാൻ ആ വാതിലടച്ച് താഴ്ത്തിട്ടു. പിന്നെ പ്രവീണയുടെ മുറിയിലെത്തി. അപ്പോൾ അവിടെ അവളില്ലായിരുന്നു. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ഞാൻ കാത്തിരുന്നു. മുറിയിൽ മറ്റാരുമില്ലെന്ന വിശ്വാസത്താൽ പരിപൂർണ നഗ്നയായിട്ടാണ് അവൾ തിരികെ എത്തിയത്. എന്നാൽ എന്നെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. ഞാൻ ചിരിച്ചു. അവൾ പറഞ്ഞു, ഉഷ്ണമുള്ളതുകൊണ്ടാണ് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചതെന്ന്. നേരത്തെ അവളുടെ മുറിയിൽ ആളുകളെ കണ്ട കാര്യം ഞാൻ മിണ്ടിയില്ല. അവളെ പിടിച്ച് കട്ടിലിരുത്തി ഞാൻ. അവൾ എതിർത്തില്ല. സന്തോഷപൂർവ്വം അവളോട് സംസാരിച്ച് ഞാൻ അവളുമായി ബന്ധപ്പെട്ടു. അപ്പോഴും എതിർപ്പിൻ്റെ ഒരു തരി പോലും അവളിൽ നിന്നുണ്ടായില്ല. അവസാനം ആലസ്യത്തിൽ അമർന്നു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ എന്നിലെ രോഷം ആളിക്കത്തി. അവളൊരു തുണിയെടുത്ത് കഴുത്തിലെ വിയർപ്പ് തുടക്കുകയായിരുന്നു. ആ ക്ഷണം തുണി കൂടി ചേർത്ത് ഞാൻ അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിന്നെ എൻ്റെ കൈ ആ തുണിയിൽ തന്നെ തുടച്ചിട്ട് തുണി കട്ടിലിനടിയിൽ കളഞ്ഞിട്ട് താഴേക്ക് വന്നു. അപ്പോൾ മുന്നിൽ സുമതിക്കുട്ടി അമ്മ, എൻ്റെ മുത്തശ്ശി. എന്നെ കണ്ടതും അവർ ചീറി തെറി വിളിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ. അവരുടെ കഴുത്തിൽ പിടിച്ച് തള്ളിക്കൊണ്ടുപോയി ഒറ്റയിടിയായിരുന്നു ഭിത്തിയിൽ. അതോടെ അവരുടെ കാര്യം തീർന്നു. കൊല്ലാനുള്ള എൻ്റെ അറപ്പ് അതോടെ മാറി. ചെയ്ത 2 കൊലപാതകങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷയെ ഇനി ആരെയെങ്കിലും കൂടി കൊന്നാലും കിട്ടാനുള്ളൂ എന്ന് ഞാൻ കണക്ക് കൂട്ടി. അങ്ങനെയെങ്കിൽ കൗസല്യയിൽ ഇനി ആരും ബാക്കി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അടുക്കളയിൽ പോയി ഒരു കമ്പിയും കത്തിയും എടുത്തു. അമ്മാവനും മറ്റും തിരിച്ചെത്തുന്നത് വരെ ഞാൻ കാത്തിരുന്നു. അവസാനം അവരെത്തി. വാതിൽ തുറന്നിട്ട് ഞാൻ ഒരു വശത്തേക്ക് മാറി നിന്നു. ആദ്യം അകത്തേക്ക് വന്നത് അമ്മാവിയാണ്. കമ്പിവടി കൊണ്ട് ഒറ്റയടിയായിരുന്നു ഞാൻ. അടിയേറ്റ് മുന്നോട്ട് വെച്ച് അവർ കമിഴ്ന്നു വീണ് നിരങ്ങിപ്പോയി സെറ്റിക്കടിയിലേക്ക്. അപ്പോൾ അലറിക്കൊണ്ട് അമ്മാവൻ എൻ്റെ നേരെ വന്നു. ഇരുമ്പുവടി കൊണ്ട് അടിച്ചപ്പോൾ അയാളും തല പിളർന്ന് താഴെ വീണെങ്കിലും അവിടെ നിന്ന് ചാടി എണീക്കാൻ ഭാവിച്ചപ്പോൾ കത്തി ഞാൻ നെഞ്ചിൽ കുത്തിയിറക്കി. അമ്മാവൻ്റെ മകൻ ദീപു ഈ നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ഭാവിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഓടിച്ചെന്ന ഞാൻ അവൻ്റെ കഴുത്തിൽ കേബിൾ കുരുക്കി മുറുക്കി. വിശ്വനാഥൻ പറഞ്ഞു നിർത്തി. സകലരും സ്തബ്ധരായിരിക്കുകയായിരുന്നു. എത്ര ക്രൂരമായാണ് ഇവൻ കൃത്യങ്ങൾ നിർവഹിച്ചത്. ഇവനെ കൊണ്ടുവയ്ക്കോ, കമ്മീഷണർ CIയോട് പറഞ്ഞു. രാധാചന്ദ്രൻ വിശ്വനാഥനെ കൊണ്ടുപോയി. ഡേവിഡ് എബ്രഹാം മാധ്യമപ്രവർത്തകരെ നോക്കി ചിരിച്ചു.
ഇവനിൽ നിന്ന് തന്നെ നിങ്ങളെല്ലാം കേട്ടറിഞ്ഞല്ലോ. ഇനി എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട് സർ. ഈ കുറ്റവാളിയെ അങ്ങ് എങ്ങനെ കണ്ടെത്തി? ഇനി അത് പറയാം. കമ്മീഷണർ ഒന്ന് നിവർന്നിരുന്നു. ക്യാമറ കണ്ണുകളും റിപ്പോർട്ടർമാരുടെ കണ്ണുകളും അയാളിൽ പതിഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.